മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ എന്താ പറയുക ഒരു ആക്ടറുടെ മോഡലിംഗ് ടാലൻറ്റ് ഞാൻ കണ്ടതാണ്. ഫൈൻ കൂടി ഒരു ദിവസം കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ മോഡലൊന്നും ആവില്ല. ദേ നീഡ് ആക്ച്വലി ഗ്രൂമിങ് ഹൗ ടു പോസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. നമുക്ക് എല്ലാ മനുഷ്യർക്കും നമ്മളുടെ സ്ട്രെങ്ത്തും ഫ്ലോസും. ഹൈറ്റ് ഇല്ലാത്തൊരു മോഡലിംഗ് ചെയ്യാൻ പാടില്ലെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പ്രിൻറ്റ് മോഡൽസിന് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്യാരക്ടർ. നമുക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. സ്കൂളിൽ നിന്ന് നമ്മൾ ടൂർ പോകുമല്ലോ, അപ്പോൾ ക്യാമറ ഉള്ള ഫോട്ടോഗ്രാഫറായ ഞാൻ മാത്രമേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമാണ്. ഒരുപാട് പേജന്റ് ഷോസിലൊക്കെ ഗ്രൂമിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു മോഡൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ടിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആസ് എ മോഡൽസ് അറിഞ്ഞിരിക്കേണ്ട കാര്യം, വൺ ഫൈൻ മോർണിംഗ് ഒരു ദിവസം കൊണ്ട് രാവിലെ എണീക്കുമ്പോൾ മോഡലൊന്നും ആവില്ല. ദേ നീഡ് ആക്ച്വലി ഗ്രൂമിങ് ഹൗ ടു പോസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്യാമറ. നമുക്ക് എല്ലാ മനുഷ്യർക്കും നമ്മളുടെ സ്ട്രെങ്ത്തും ഫ്ലോസും ഉണ്ട്. നമ്മളുടെ ഫേസിൻ്റെ സിമിട്രി, നമ്മുടെ മൂക്കിൻ്റെ ഹോള്, നമ്മുടെ ജോലൈൻ, നമ്മുടെ ഐസ്, ഐബ്രോസ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ബെസ്റ്റ് സൈഡ്, നമ്മളെങ്ങനെ നിൽക്കണം, നമ്മുടെ ക്യാമറ വ്യൂ ഓഫ് ആംഗിൾ എങ്ങനെയാണ്, നമുക്ക് ഏറ്റവും ലോ ആംഗിളാണോ, മിഡാണോ, ടോപ്പ് ആംഗിളാണോ നമുക്ക് നല്ലത്. ഇപ്പോൾ നമ്മൾ സെൽഫി എടുക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിനും അവരെക്കുറിച്ച് നല്ല ബോധ്യം വേണം. നമ്മൾ ആദ്യം അറിയേണ്ടത് യു ഷുഡ് നോ അബൌട്ട് യുവർ സെൽഫ്. നമ്മളുടെ സ്ട്രെങ്ത്തും ഫ്ലോസ് പറഞ്ഞാൽ തന്നെ നമ്മൾ പകുതി സക്സസ്ഫുള്ളായി. പിന്നെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഇൻട്രാക്ഷൻ ഷുഡ് ബി ഗുഡ്. നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. നമുക്ക് ഏത് ടൈപ്പുള്ള കോസ്റ്റ്യൂംസ് നമ്മൾ ഇടാൻ കംഫർട്ടബിൾ ആണെന്നുള്ള നേരത്തെ നമ്മൾ അറിയിക്കുന്ന നല്ലതാണ്. അതിനാണ് ശരിക്കും പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം നമ്മളൊരു പോർട്ട്ഫോളിയോ പ്രൊഫഷണലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഡ്രസ്സ് ഇടുമെന്നുള്ളത് അതിനകത്ത് എവിഡൻ്റാണ്. പിന്നീട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സ് ഇടണോ ആ ഡ്രസ്സ് ഇടണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ മോഡലും ഫോട്ടോഗ്രാഫും നമ്മളുടെ ഇൻട്രാക്ഷനും ഒരു ക്യാമറയുടെ മുന്നിൽ പോസ് ചെയ്യുമ്പോൾ നമുക്കുള്ള കോൺഫിഡൻസ് ലെവലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്, അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ള കുറച്ച് ഇതിലെല്ലാം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിറർ ഷുഡ് ബി എ ബെസ്റ്റ് ഫ്രണ്ട്. നിങ്ങൾ കണ്ണാടി നോക്കി പ്രാക്ടീസ് ചെയ്യുക, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. പിന്നെ പോസസ് പഠിക്കുക. ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പോസസ് കിട്ടും. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ കീപ്പ് ഓൺ ഡൂയിങ് ലൈക്ക് പോസസ് ക്യാമറയുടെ മുമ്പിൽ ചെയ്യുമ്പോൾ ഓരോ സെക്കൻഡ്. അതാണ് ഈ ബോംബെയിൽ നിന്നൊക്കെ വരുന്ന മോഡൽസും കേരളത്തിലെ മോഡൽസും തമ്മിലുള്ള വ്യത്യാസം. അവരുടെ പോസിങ് കണ്ടാൽ നമ്മൾ വി ഷുഡ് കീപ്പ് ഓൺ ക്ലിക്കിങ്. അല്ല നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ളൊരു ഒരെണ്ണം പോസ് ചെയ്തിട്ട് പിന്നെ ആലോചിച്ചിട്ടൊക്കെ അടുത്ത പോസ് എടുക്കണം. അപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സത്യത്തിൽ. ഫാഷൻ ഫോട്ടോഗ്രാഫിയുടെ പർപ്പസ് എന്താണ്? കേരളത്തിൽ ഇന്ന് അതിന് എത്രത്തോളം സ്ഥാനമുണ്ട്? ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ഒരു ചെറിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സാധാരണ ജനങ്ങൾ ഫാഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ FTVയിൽ തുണിയില്ലാത്ത കുറേ ആൾക്കാർ നടന്നു വരുന്ന ഒരു പിക്ചറുണ്ട്. അപ്പോൾ അത് ഒരുപാട് സാധാരണ മോഡൽസിനൊക്കെ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഫാഷൻ മേഖലയിലേക്ക് വരാനായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ പേരൻസ് വിചാരിക്കുന്നത് ഇതാണ് ഫാഷൻ എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഉടുപ്പ് പോലും അത് കച്ചവടവൽക്കരിക്കുന്നതിന് ഒരു ഫാഷൻ ഷൂട്ടിൻ്റെ ആവശ്യമുണ്ട്. ഒരു പ്രോഡക്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തുന്നത് ഒരു ഫാഷൻ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും നമ്മൾ ഉപയോഗിക്കുന്ന ആക്സസറീസും നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം ഇതൊക്കെ ഒരു ഫാഷൻ കണ്ടൻസ് ആണ്. അപ്പോൾ ആ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. പിന്നെ ഫാഷൻ മോഡലിങ്ങിലേക്ക് വരാനായിട്ട് എപ്പോഴും ഒരു എന്താ പറയുക ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ ഈ മേഖല എന്താ പറയുക സേഫാണോ, അല്ലെങ്കിൽ ഇത് ഒത്തിരി പ്രശ്നങ്ങൾ ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ വേറെ ഏത് പ്രൊഫഷനും, ഇപ്പോൾ നിങ്ങൾ ഡോക്ടറാവാം, എൻജിനീയർ ആവാം, അഡ്വക്കേറ്റ് ആവാം, ടീച്ചറാവാം, ബാങ്കറാവാം, ഒരു ജോലിക്കും നിങ്ങൾക്ക് പേരൻസുമായിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് മോഡലിങ്ങിൽ നിങ്ങൾക്ക് പേരൻസുമായിട്ട് വരാം. എനിക്ക് തോന്നുന്നു വേറെ ഒരു ജോലിക്കും പേരൻസുമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അതിനകത്ത് ഒരു അൺസേഫ്റ്റി ഇല്ല. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ പേഴ്സണലാണ്. അതിപ്പോൾ നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ വീക്കാൻ സിമ്പിളി അത്രേ ഉള്ളൂ. ഇപ്പോൾ സൊസൈറ്റിയിൽ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. സത്യത്തിൽ ഇനി ഫാഷൻ ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ശരി, ഫാഷൻ ഷോസ് അല്ലെങ്കിൽ എന്തെങ്കിലും പേജന്റ് ഷോസ് ഒക്കെ വരുമ്പം അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഹൈറ്റ് വലിയൊരു ഫാക്ടറാണ്. അപ്പം എല്ലാം എബവ് 5.4 അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇപ്പോൾ ഹൈറ്റ് കുറവുള്ള ഗേൾസ് ഉണ്ട്, അല്ലെങ്കിൽ മോഡൽസ് ഉണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉള്ളത്. അപ്പോൾ ഈ ഹൈറ്റ് എന്നുള്ളത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ബേസിക്കലി റാമ്പ് മോഡലിങ്ങിനാണ് ഒരു ഏറ്റവും ഹൈറ്റ് മിനിമം. കാര്യം അത് നമ്മൾ ഡ്രസ്സ് ക്യാരി ചെയ്യുമ്പോൾ മിനിമം ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് ഡിസൈനും പിന്നെ ആ ഡിസൈനർ ഉദ്ദേശിച്ച പോലത്തെ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ പ്രിൻറ്റ് മോഡലിങ്ങിന് അത് ഒരു ഹൈറ്റ് ഒരു ഫാക്ടറല്ല. ഇപ്പോൾ ഒരു ജുവലറി ഷൂട്ടിന് ഹൈറ്റ് ഒരു ഫാക്ടറല്ല. നമ്മൾ ചിലപ്പോൾ എടുക്കുന്നത് ഒരു ക്ലോസപ്സ് ആയിരിക്കും. ഇപ്പം നല്ല ഫീച്ചേഴ്സുള്ള, നല്ല സ്കിന്നുള്ള, കഴുത്തിന് കുറച്ച് ലെങ്ത്തൊക്കെ ഉള്ള ഒരാൾക്കാരായിരിക്കും നമ്മൾ ജുവലറിക്ക്. പക്ഷെ സാരി ഷൂട്ടിനാകുമ്പോൾ നമ്മൾ സാരി ഉടുത്താൽ നല്ലത് കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരാണ്.
ബട്ട് ഹീൽസ് ഒക്കെ ഇട്ടുമ്പോൾ പക്ഷെ എന്നാലും നമ്മൾ ഹൈറ്റ് പ്രൊപ്പോർഷനേറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അപ്പർ ഹാഫും ലോവർ ഹാഫും തമ്മിലൊരു പ്രൊപ്പോർഷനേറ്റ് ഉണ്ട്. അപ്പോൾ ഹൈറ്റ് ഉള്ളത് എപ്പോഴും നല്ല തന്നെ. ഹൈറ്റ് ഇല്ലാത്തൊരു മോഡലിംഗ് ചെയ്യാൻ പാടില്ലെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പ്രിന്റ് മോഡൽസിന് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ. നമുക്ക് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മോഡലിംഗ് പക്ഷേ നമ്മൾ കൂടുതൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ മമ്മൂക്കയെ പോലത്തെ വലിയൊരാളിരുന്നിട്ട് പറയുകയാണ് ഈ സോപ്പ് തേച്ചാൽ വെളുക്കുമെന്ന്. നമുക്കറിയാം ഈ സോപ്പ് വെച്ചാൽ വെളുക്കത്തില്ല. പക്ഷെ മമ്മൂട്ടി നമ്മൾ അസ്പയർ ചെയ്യുന്ന ഒരാളിരുന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ വിശ്വസിച്ചു പോകും. അതാണ് ഒരു പരസ്യം ചെയ്യുന്നത്. പരസ്യത്തിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എത്ര ദൂരേക്ക് ഒരു പരസ്യത്തിന് കൊണ്ടുപോകാൻ കഴിയുന്നോ അത്രയും പരസ്യം സക്സസ്ഫുള്ളായി. അപ്പോൾ അങ്ങനെ ഓരോ പ്രോഡക്റ്റ് നമ്മൾ ഓരോ ഇപ്പോൾ നമ്മൾ പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കോൾഗേറ്റ് വാൻസിൽ വരും, അലമാര എന്ന് പറയുമ്പോൾ ഗോദ്രേജ് വരും, മുണ്ടെന്ന് പറയുമ്പോൾ MCR വരും. ഇതൊക്കെ പരസ്യത്തിൻ്റെ ഇമ്പാക്റ്റാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വലിയ വലിയ ആൾക്കാരെയും അല്ലെ അസ്പയറിങ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ സ്ക്രീനിൽ വന്ന് പറയുമ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ച് പോവുക. എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാൾ പറയുന്നത് കേൾക്കാനാണ് സത്യത്തിൽ ഒരാൾക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ മിനിമം ക്രൈറ്റീരിയാസ് വയ്ക്കുന്നത്. പക്ഷേ എന്ന് വെച്ചാൽ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാരക്ടർ. ഇപ്പോഴത്തെ പരസ്യങ്ങളെല്ലാം എന്താ പറയുക ലൈഫ് സ്റ്റൈൽ പരസ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ഒരു അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മുമ്മയും ചേട്ടനും ചേട്ടച്ചനും അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മേഖലയിലുള്ളവർക്കും കൂടി ഇപ്പോൾ മോഡലിംഗ് ചെയ്യാനുള്ളൊരു അവസരമുണ്ട് സത്യത്തിൽ. പക്ഷേ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ, അത് ഇഗ്നോർ ചെയ്തുകൊണ്ടല്ല പറയുന്നത്. ഫാദർ ഒരു ഫോട്ടോഗ്രാഫർ അല്ലായിരുന്നെങ്കിൽ വേറെ ഏതൊരു പ്രൊഫഷനിലോട്ട് പോകുമായിരുന്നു? ഞാൻ ആരാകുമായിരുന്നു ചോദിച്ചാൽ ഇന്നും എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എൻ്റെ അടുത്ത് എല്ലാ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് ഫോട്ടോഗ്രാഫർ അല്ലായിരുന്നെങ്കിൽ ആരാകുമായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കാരണം എനിക്ക് ഇതല്ലാതെ വേറൊരു ജോലി അറിയാമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഒരു ചായ ഇടാൻ പോലും അറിയാത്ത ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞാനൊരു ഫോട്ടോഗ്രാഫർ ആവരുതെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് മൈ ചോയ്സ് ടു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഉത്തരവില്ല. ഞാൻ ഇതല്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ആരാകുമായിരുന്നു. ഇതേ അറിയത്തുള്ളൂ. റിസ്ക് ഓഫ് എ ഫോട്ടോഗ്രാഫർ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഈ മേഖലയിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ നേരിടേണ്ടി വരുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ബേസിക്കലി ഞാനത് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കോമ്പറ്റീഷൻ, ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിലേക്ക് വരുന്നതുകൊണ്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. സെക്കൻഡ് തിങ് എക്സ്പെൻസീവായി ഫോട്ടോഗ്രാഫി. പിന്നെ IT മേഖലയിൽ നിന്ന് ഇത് പാഷനായിട്ട് വന്ന ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരു സ്റ്റേബിൾ ഇൻകം ഉള്ളൊരു പ്രൊഫഷനല്ല ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ. അതിനാണ് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പം പണ്ടത്തെ കാലത്ത് ഫോട്ടോഗ്രാഫർമാർക്ക് പെണ്ണ് കിട്ടത്തില്ലായിരുന്നു. കാര്യം സ്റ്റേബിളായിട്ട് സർക്കാർ ജോലിയുള്ളവർക്ക് മാത്രം പെണ്ണ് കിട്ടിയ കാലഘട്ടത്തിൽ നിന്ന് ഫോട്ടോഗ്രാഫറെല്ലാം കുറച്ചുകൂടെ റിച്ചായി വന്ന ഒരു വെഡിങ് കമ്പനീസൊക്കെ തുടങ്ങി. പക്ഷേ വൺ ഫൈൻ മോർണിംഗ് ഇതൊന്നും പെട്ടെന്ന് എത്തുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മൾ വി ഹാവ് ടു സ്ട്രഗിൾ, വി ഹാവ് ടു വർക്ക് ഹാർഡ്. പക്ഷേ ഒരുപാട് റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ കോമ്പറ്റീഷനാണ്. പണ്ടൊരു ഞാൻ ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഫോട്ടോഗ്രാഫിയിലേക്ക് വരുമ്പോൾ ഒരു 10,000 ഫോട്ടോഗ്രാഫേഴ്സ് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 50,000 മുതൽ 1,00,000 വരെ ഫോട്ടോഗ്രാഫേഴ്സ്. വി ആർ കോമ്പറ്റിംഗ് വിത്ത് ദാറ്റ് പീപ്പിൾ. കഴിഞ്ഞു അത്ര ഹ്യൂജ് എമൗണ്ട് ഉണ്ട്. അതാണ് ഏറ്റവും വലിയ റിസ്ക്. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിതിനകത്ത് പാഷൻ ഉണ്ടോ എന്ന് അറിയണം, നമുക്കിതിനകത്ത് സ്കില്ലുണ്ടോ എന്ന് അറിയണം, നമുക്ക് ക്ഷമയുണ്ടോ എന്ന് അറിയണം, നമുക്ക് വളരാനുള്ളൊരു പീരീഡ് ഉണ്ട്, അതിന് അത്രയും വളരാനുള്ള പീരീഡ് നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് വരാനായിട്ട്. ഒരുപാട് സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ മോഡൽസ് ആയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു വ്യക്തി ആരായിരുന്നു ഇത്രയും കാലം ചെയ്തതിൽ? ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തിയേക്കാൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഞാൻ പറയാം. മോഹൻലാൽ ലാലേട്ടൻ്റെ ഒരു ഷൂട്ട് ചെയ്തപ്പോൾ ലാലേട്ടൻ്റെ ഒരു കവർ പേജിന് വേണ്ടിയിട്ടാണ് ഷൂട്ടിന് പോയത്. അപ്പോൾ വളരെ സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം മറ്റേ ഒരു സിനിമയുടെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ് പ്രസ് മീറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ലേറ്റായി. അപ്പോൾ 5 മിനിറ്റ് അതിന് സമയമുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നടക്കത്തില്ല എന്ന് വെച്ച് എല്ലാവരും അത് വിട്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. 5 മിനിറ്റ് കൊണ്ട് കവർ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ആക്ച്വലി. പക്ഷെ നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ എന്താ പറയുക ഒരു ആക്ടറുടെ മോഡലിംഗ് ടാലൻറ്റ് ഞാൻ കണ്ടതാണ്. വന്ന് പടപടപടാന്നാണ് പോസ് ചെയ്തത്. നമ്മൾ നേരത്തെ ലൈറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മോഹൻലാൽ ലാലേട്ടൻ്റെ ആ പടം മമ്മൂക്കയാണ് അത് ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ ലാലേട്ടൻ്റെ ഒരു പടം മമ്മൂക്കയെ കൊണ്ട് ലോഞ്ച് ചെയ്യുന്ന ആ സമയത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ഒരു ഫാക്ടറായിരുന്നു. അപ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പേഴ്സൺ അല്ല, ഇറ്റ് വാസ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ബട്ട് ഐ ഡിഡ് ഹാൻഡിൽ വെരി മച്ച്. ഫ്രം യുവർ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഗുഡ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? It's a different aspect actually. As a professional photographer, I would say a picture drawn by good light and shadow, that's a good photographer. നിഴലും വെളിച്ചവും സമന്വയിപ്പിക്കുന്ന നല്ലൊരു ചിത്രമാണ് നല്ലൊരു ഫോട്ടോഗ്രാഫർ എന്ന് പറയാറുണ്ട്. പക്ഷേ നിഴലും വെളിച്ചമൊക്കെ ടെക്നിക്കൽ തിങ് ആണ്. അതിലുപരി ഒരാളുടെ 3 സെക്കൻഡിനപ്പുറത്തേക്ക് അവരുടെ നോട്ടം ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞാൽ ആ ചിത്രം നല്ലതാണ്.
നമ്മളിപ്പോൾ ഫോണിലാണെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും, മാഗസിൻസ് കാണുമ്പോഴാണ് നമ്മൾ വെറുതെ മറിച്ച് പോകുമ്പോൾ ഒരു 3 സെക്കൻഡ് നമ്മളുടെ കണ്ണിനെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ, അത് ഉടക്കി നിർത്താൻ പറ്റിയ അത് നല്ലൊരു ചിത്രമാണ്. ദിസ് മൈ പോയിന്റ് ഓഫ് വ്യൂ, മൈ പെർസ്പെക്റ്റീവ്. ചിലർക്ക് ഒരുപാട് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകാൻ പറ്റും. ഇറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. ആസ് എ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോയിൽ ഡീറ്റെയിലിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ആസ് എ കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫർ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഡീറ്റെയിലിങ്ങിന്. കാരണം കൊമേഴ്സ്യൽ ഫോട്ടോഗ്രാഫിയുടെ ആസ്പെക്റ്റ് എന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി, ഡീറ്റെയിലിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അപ് ടു ഹോർഡിംഗ് സൈസ് വരെ പോകാവുന്ന മീഡിയം ഫോർമാറ്റ് ക്യാമറകളിലാണ് നമ്മൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ വെഡിങ് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് അത്രയും ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ എന്നാലും നമുക്ക് വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിലും അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എപ്പോഴും പിക്ചർ ക്വാളിറ്റി കാണാൻ നല്ലതാണ് ശരിക്കും. അപ്പം ഞാൻ പക്ഷേ അതിനകത്ത് ഒത്തിരി ശ്രദ്ധിക്കുന്ന ആളാണ്. മേ ബി ഇറ്റ്സ് മൈ പേഴ്സണൽ സ്റ്റൈൽ ഓൾസോ. ഞാൻ ഇമേജിൻ്റെ ക്വാളിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അതിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല ഇമേജിൻ്റെ ക്ലാരിറ്റിയിൽ. ആദ്യമായിട്ട് ഫോട്ടോ എടുത്തപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ഫോട്ടോ എടുത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ആദ്യം അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. പിന്നെ അത് സ്വന്തമായിട്ട് ഞാൻ എടുത്തത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ ടൂർ പോകുമല്ലോ. അപ്പോൾ ക്യാമറ ഉള്ള ഫോട്ടോഗ്രാഫറായ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അവസരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു ക്യാമറയൊക്കെ ആയിട്ട് എക്സ്കർഷൻ പോയി. ഇപ്പോൾ എല്ലാവരും തൊപ്പിയും ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഊട്ടിയിലൊക്കെ പോയി ഫോട്ടോ എടുത്ത് ഒരു ഫ്രൈഡേ നമ്മൾ തിരിച്ചു വന്ന് മൺഡേ എല്ലാവരും വെയിറ്റ് ചെയ്യണം എൻ്റെ പിക്ചേഴ്സ് കാണാൻ. ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒറ്റ പടം പോലും കിട്ടിയില്ല. അത് ഫിലിം ലോഡ് ചെയ്ത് തെറ്റിപ്പോയായിരുന്നു. ഏറ്റവും വലിയ എനിക്കത് ഒരാഴ്ച ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. ഇത് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അടുത്ത വർഷം വന്നു. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഫിലിം ലോഡ് ചെയ്യാൻ പഠിച്ചു ശരിക്കും നന്നായിട്ട്. ഫിലിം ലോഡ് ചെയ്ത് കൃത്യമായിട്ട് എന്തായാലും ഈ പ്രാവശ്യം ഷൈൻ ചെയ്യണമെന്ന് വിചാരിച്ച് പടം എടുത്തു. അടുത്ത വർഷത്തെ എക്സ്കർഷൻ പോയി ഞാൻ കുറേ ഡിഫറെൻ്റ് ആയിട്ട് എൻ്റെ എല്ലാവരും വെറുതെ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കാൻഡിഡ് പോലത്തെ ബസ്സിലൊക്കെ ഇരുന്ന് പാടുന്നതും ചിരിക്കുന്നതൊക്കെ പടം എടുത്തു. അതൊന്നും കിട്ടിയില്ല. ഷട്ടർ സ്പീഡ് സ്ലോ ഷട്ടർ സ്പീഡായിരുന്നു. അപ്പം അന്ന് ഷട്ടർ സ്പീഡിൻ്റെ ഇമ്പോർട്ടൻസും അപ്രൈസറിൻ്റെ ഇമ്പോർട്ടൻസും സത്യത്തിൽ അബദ്ധങ്ങളിലൂടെ പഠിച്ച ഒരാളാണ്. പക്ഷേ ഇറ്റ് ടുക്ക് ഇയേഴ്സ്. ഇപ്പോഴത്തെ ഗൂഗിൾ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഫോട്ടോഗ്രാഫി ഡിജിറ്റൽ വന്നുകൊണ്ടും മിറർലെസ് വന്നുകൊണ്ടും എടുക്കുന്നതിന് മുമ്പേ ചിത്രങ്ങൾ കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ടെക്നോളജി വളർന്നതുകൊണ്ടും എത്രയോ ഭാഗ്യവാന്മാരാണ് ഇപ്പോഴുള്ള ജനറേഷനുള്ള ഫോട്ടോഗ്രാഫി. നമ്മളൊക്കെ ഫിലിം ഫോട്ടോഗ്രാഫി ചെയ്ത സമയത്ത് വന്നുകൊണ്ട് ഫോട്ടോ എടുത്ത് ഫിലിം ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുന്നവരെ കാണാനുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അത്രയും റിസ്ക് ആയിരുന്നു. അത്രയും നമുക്ക് കാൽക്കുലേഷൻസ് വേണമായിരുന്നു. ഇപ്പോഴുള്ള ഫോട്ടോഗ്രാഫി സത്യത്തിൽ ഭയങ്കര ലക്കിയാണ്. ന്യൂ ടെക്നിക്സ് ഓഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ന്യൂ സ്റ്റൈൽസ് എന്തൊക്കെയാണ്? ബേസിക്കലി ഇപ്പോൾ ഈ ഫിലിം ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഡിജിറ്റലിൽ നിന്ന് ഇപ്പം മിറർലെസ് ക്യാമറയാണ് ടെക്നിക്കലി ഉള്ള ഏറ്റവും അപ്ഡേറ്റഡ് വേർഷൻ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ക്യാനൻ്റെ മെൻറ്ററായതിനു ശേഷം ഇപ്പോൾ പുതിയ ക്യാനൻ്റെ ഒരു R5 എന്ന് പറഞ്ഞ മോഡലിന് വേണ്ടി ലോകം മുഴുവൻ വെയിറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാമറ. അപ്പോൾ ടെക്നോളജിക്ക് പുറകെ എന്താ പറയുക, പറയാൻ കഴിയുന്നത് കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറാൻ കഴിയാത്ത ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എനിക്കറിയാം ഫിലിം ഫോട്ടോഗ്രാഫി ചെയ്ത സമയത്തൊക്കെ ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഡിജിറ്റലിൻ്റെ റെവല്യൂഷൻ വന്ന സമയത്ത് മാറാതെ ഫിലിം തന്നെയാണ് എന്ന് പറഞ്ഞ് അതിൽ സ്റ്റിക്ക് ചെയ്ത് ഒത്തിരി ഫീൽഡിൽ നിന്ന് ഔട്ടായ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ടെക്നോളജിക്ക് ഒപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ഫോട്ടോഗ്രാഫേഴ്സിന് കൊടുക്കാനുള്ള മെസ്സേജ്. ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ ട്രെൻഡ്സ് ഉണ്ടല്ലോ ഫോട്ടോഗ്രാഫിയിൽ, ഔട്ട്ഡോർ, ഇൻഡോർ, അങ്ങനെ പല ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫി ഉണ്ട്. കറണ്ട് ട്രെൻഡ്സ് എന്ന് പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ബേസിക്കലി ഒരു കാൻഡിഡ് ഫോട്ടോഗ്രാഫി ഇപ്പോഴും പണ്ടുകൊണ്ട് അതിന് കാൻഡിഡ് എന്ന് പേരിട്ട് വിളിച്ചത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അറിയാതെ എടുക്കുന്ന നിമിഷങ്ങൾ. പണ്ട് നമ്മൾ എടുക്കുമായിരുന്നു, നമ്മളത് പ്ലാൻ ചെയ്ത് കാൻഡിഡായിട്ട് എടുക്കുക. അങ്ങനെ ഒരു അറേഞ്ച്ഡ് കാൻഡിഡ് എന്ന് പറയാം, അങ്ങനെ ഒരു വാക്കുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴത്തെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ക്യാപ്ചർ ദ ഡിസൈസീവ് മൊമെൻ്റ് എന്ന് പറയും. അതൊരു ഫോട്ടോഗ്രാഫിയിലെ റൂളാണ്. നിർണായക നിമിഷങ്ങൾ ഒപ്പിയിടുക. അപ്പോൾ ഒരാൾ ചിരിക്കുമ്പോൾ ബേസിക്കലി എന്താ പറയുക, നമ്മളെല്ലാവരും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും ഒരു മോഡലിനോട് പറയുന്ന കാര്യമാണ് സ്മൈൽ. സത്യത്തിൽ സ്മൈൽ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എളുപ്പമല്ല. നമ്മളൊരു സ്മൈൽ ചെയ്യുമ്പോൾ, ലൈവായിട്ട് സ്മൈൽ ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മുടെ കണ്ണിൽ ആ ചിരി വരുള്ളൂ. ഇറ്റ്സ് കോൾഡ് സ്മൈൽ വിത്ത് ഐസ് എന്ന് പറയും. അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പലരും നമ്മൾ സ്മൈൽ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഫ്ലാഷ് വർക്ക് ചെയ്തില്ല അല്ലെങ്കിൽ ക്യാമറ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഈ സ്മൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും ട്രെൻഡ്സിന് എന്നതിലുപരി നമ്മൾ ഒരാളുടെ ഫോട്ടോ എടുക്കുമ്പോൾ അയാൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു എന്താ പറയുക ഹോംവർക്ക് വേണം. അതിനെക്കുറിച്ചുള്ളൊരു ബോധം, അതാണ് ഫോട്ടോഗ്രാഫർക്ക് വേണ്ടത് ശരിക്കും.
പിന്നെ ട്രെൻഡ്സ് ഇറ്റ്സ് കീപ്പ് ഓൺ ചേഞ്ചിങ്. ഫാഷൻ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കില്ലേ. അതിനെക്കുറിച്ചുള്ളൊരു സെൻസിബിലിറ്റി വേണം. നമ്മൾ എന്താണ് നമ്മുടെ കറണ്ട് ട്രെൻഡ്, ഏതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബോധം വേണം ശരിക്കും. ഇപ്പോൾ ഫാഷൻ ഷോസിലൊന്നും ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ ജഡ്ജിങ് പാനലിലൊന്നും അധികം പോവാത്തതാണ്. പക്ഷെ സാർ ഒരുപാട് ഫാഷൻ ഷോസിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആസ് എ ഫാഷൻ ഫോട്ടോഗ്രാഫർ എനിക്ക് കിട്ടിയൊരു അച്ചീവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തന്നെ ഓൾമോസ്റ്റ് 35 പേജൻസിൽ ജഡ്ജായിട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ എനിക്ക് ഫെയിം ഉണ്ടാക്കി കഴിയും. ബിക്കോസ് അതെല്ലാം ടി വിയിലൊക്കെ വരുന്നതുകൊണ്ടും ഒരുപാട് ആൾക്കാർ കാണുന്നതുകൊണ്ടും പിന്നെ ഒരുപാട് മോഡൽസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് പോയിക്കാം. 35x20 മോഡൽസ് അത്രയും പേർക്ക് എന്നെ അറിയാം, എനിക്കും അറിയാം. അപ്പോൾ നമുക്ക് ഷൂട്ട്സ് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ പണ്ട് ഫാഷൻ ഷോസും ഈ ബ്യൂട്ടി പേജൻറ്റുകളിലൊക്കെ വളരെ വിമുഖത ഉണ്ടായിരുന്നു ആൾക്കാർക്ക് വരാനായിട്ട്. അപ്പോൾ ആ ട്രെൻഡ്സൊക്കെ മാറിയിട്ട് ഒരുപാട് പേരൻസ് അതിനോട്ട് വിടുകയും ഒരുപാട് കുട്ടികൾ അതിലൂടെ വന്നിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജഡ്ജായിട്ട് പോയ പേജൻറ്റിലെ വിന്നറായിരുന്നു പ്രിയ വാര്യർ. അത് കഴിഞ്ഞിട്ടാണ് ആ സിനിമയിൽ വന്ന് ഭയങ്കര ഫേമസ് ആയി. പിന്നെ നൂറിൻ ഷെരീഫ് മിസ് കൊല്ലം എന്ന് പറയുന്ന പേജൻറ്റിൽ ഇപ്പോൾ നൂറിൻ ഷെരീഫൊക്കെ അതെ അവർ ജോഷ് ടോക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര്, ഒത്തിരി പേര് ബ്യൂട്ടി പേജൻറ്റുകളിലൂടെ സിനിമ ആക്ട്രസ്സും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മോഡൽസിന്, ആസ്പയറിംഗ് മോഡൽസിന് വന്നിട്ട് അതിലേക്ക് എൻട്രി ചെയ്ത് അല്ലെങ്കിൽ ഈ സിനിമ മേഖലകളിലേക്കൊക്കെ വരാനായിട്ട് കിട്ടുന്നൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും. എന്താണ് ക്വാളിറ്റീസ് ഓഫ് എ ഫോട്ടോഗ്രാഫർ? ക്വാളിറ്റി എ ഫോട്ടോഗ്രാഫർ ഷുഡ് ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. സിമ്പിളി പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായാൽ മതി. ചിന്തിക്കുകയും ആ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലോകത്ത് ഒരേ ഒരു ജീവിയാണ് മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ ഡിഫൈൻ ചെയ്യുക, ചിന്തകൾ നല്ലതായിരിക്കണം. നല്ല ചിന്തകളില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ല ഫോട്ടോഗ്രാഫർ ആവാൻ പറ്റില്ല. പിന്നെ സോഷ്യലി, ഞാൻ പറഞ്ഞില്ലേ, സോഷ്യലി കമ്മിറ്റഡ് ആവണം, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാവണം, വ്യക്തമായ രാഷ്ട്രീയം വേണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ എന്നല്ല, നമുക്ക് അഭിപ്രായം വേണം. ഒരു കാര്യത്തിനെ ആ കാണുന്ന പേഴ്സ്പെക്റ്റീവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ പേഴ്സ്പെക്റ്റീവ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഒബ്സർവേഷൻ പവർ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ ഫോട്ടോഗ്രാഫി, ലൈക്ക് നേച്ചർ ഫോട്ടോഗ്രാഫർ ആവാം, പീപ്പിൾ ഫോട്ടോഗ്രാഫർ ആവാം. ഇപ്പോൾ പീപ്പിൾ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ബേസിക്കലി അയാൾക്കൊണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ അവരുടെ ഏറ്റവും നല്ല എന്താ പറയുക, ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അയാളെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ്, അത് അയാളുടെ ഒബ്സർവേഷൻ പറയണം. ഇപ്പോൾ എനിക്ക് ഇയാളെ കാണുമ്പോൾ അയാളുടെ കണ്ണ്, മൂക്ക്, ചുണ്ട്, ജോ ലൈൻ ഏത് സൈഡാണ് നല്ലത്, അതെല്ലാം മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ വെൻ യു ടേക്ക് പിക്ചേഴ്സ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അത് ഇംപ്രവൈസ് ചെയ്യുക. നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല, ആ സമയത്ത് ഇംപ്രവൈസ് ചെയ്യാനുള്ളൊരു കഴിവ്, അതാണ് ഒരു ഫോട്ടോഗ്രാഫർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരിക്കലും എന്താ പറയുക, ഇപ്പോൾ ഗൂഗിൾ എന്ന് പറയുന്ന മാതാപിതാ ഗൂഗിൾ ദൈവം എന്നാണ് പറയുന്നത്. ഗൂഗിളിൽ കിട്ടാത്ത ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒരു ഷൂട്ട് വന്നാൽ അത് റെഫർ ചെയ്തിട്ട് ആ റെഫറൻസ് വന്നിട്ട് കോപ്പി അടിക്കുന്ന, എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ ഞാൻ അങ്ങനെ ഒരാളേ ഇല്ല. നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ചെല്ലുന്നത് ആ സിറ്റുവേഷനായിട്ട് എന്താ പറയുക ഒരു അഡാപ്റ്റബിൾ ആവാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട് പലപ്പോഴും. അതായിരിക്കാം ചിലപ്പോൾ നമ്മൾ എന്താ പറയുക മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു അസ്പയറിംഗ് ഫോട്ടോഗ്രാഫറിന് കൊടുക്കാനുള്ളൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു വേർഡ് ടു സക്സസ് അതെന്താണ്? ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കണ്ടൻസ് തന്നെയാണ്. നല്ല പാഷൻ ഉണ്ടാവണം, നല്ല ഒബ്സർവേഷൻ പവർ ഉണ്ടാവണം, പഠിക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. പിന്നെ ബേസിക്കലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കുറേ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം, ഇപ്പോൾ എനിക്കൊക്കെ ലാക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ തിയറിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാണ്. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ തിയറിറ്റിക്കലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ പ്രാക്ടിക്കൽ നോളജാണ് ഇതിനകത്ത് ഏറ്റവും വേണ്ടത്. അപ്പോൾ നല്ല മനുഷ്യനാവുക, നല്ല ഒബ്സർവേഷൻ പവർ ഉണ്ടാവുക, ലൈറ്റിങ്ങിനെ കുറിച്ചിട്ട് നല്ല എന്താ പറയുക ബോധം വരിക. രാവിലെ എന്താ പറയുക സൂര്യൻ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ഒരു സബ്ജക്റ്റിൽ വരുന്ന ലൈറ്റിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോഴത്തെ ഒരു ഫോട്ടോഗ്രാഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സൺറൈസ് ടു സൺസെറ്റ് ഒരു സബ്ജക്റ്റിൽ ഇരിക്കണമെങ്കിൽ യു ഹാവ് ടു ബി സെറ്റ് ഇൻ 12 hours. അപ്പോൾ അത് ആരും ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് തന്നെയാണ് ഏറ്റവും വേണ്ട ആവശ്യം. ഒരു ഷൂട്ടിന് പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ ഷൂട്ട്. ആക്ച്വലി ഇപ്പോൾ ഒരു ഫാഷൻ ഷൂട്ടാണെങ്കിൽ നമ്മൾ ഒരു ഷൂട്ട് നന്നാവണമെങ്കിൽ ഒരു മോഡൽ ഉണ്ടായിരിക്കണം, ഗുഡ് മോഡൽ, ഗുഡ് ഫോട്ടോഗ്രാഫർ, ഗുഡ് ലൈറ്റിംഗ്, ഗുഡ് ആക്സസറീസ്, ഗുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഗുഡ് സ്റ്റൈലിസ്റ്റ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സക്സസ് ആക്ച്വലി. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ മേ ബി ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹി വിൽ ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. അതല്ല നമ്മളാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നല്ല ഒരു ബ്ലെൻഡ് ഉണ്ടാവണം, നമുക്ക് എന്താ വേണ്ടെന്നുള്ളത് പറയാനുള്ളൊരു കഴിവുണ്ടാവണം. സ്റ്റൈലിംഗ് ഒരു പാർട്ടൊരു ഇതാണ്. സ്റ്റൈലിങ്ങിനെ കുറിച്ച് ഒരു സെൻസിബിലിറ്റി വേണം. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഔട്ട്ഡോർ ഷൂട്ടാണെങ്കിൽ നമ്മൾ ലൊക്കേഷൻ സ്കൗട്ട് നടത്തുന്നതല്ലാണ്. നമ്മൾ ആ തലേദിവസം അല്ലെങ്കിൽ അതിന് മുമ്പ് പോയിട്ട് ലൊക്കേഷൻ ഏറ്റവും നല്ല ലൈറ്റിംഗ് ഉള്ള സമയം എപ്പോഴാണ്, അവിടെ ഏത് ബാക്ക്ഗ്രൗണ്ടാണ്, അത് ഏത് ഡ്രസ്സ് അതിന് ചെയ്യും,
ഡെഫിനറ്റ്ലി ഒരു ഹോംവർക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ലൊക്കേഷൻസിൻ്റെ ഷോട്ട്സൊക്കെ ഡിവൈഡ് ചെയ്ത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഷൂട്ട് ചെയ്യണം, അപ്പോൾ ഇന്ന ഡ്രസ്സ് അവിടെ യൂസ് ചെയ്യും എന്നുള്ള ഒരു ഇംപ്രവൈസേഷൻ ഒരു ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അത് ഞാൻ നന്നായിട്ട് ചെയ്യാറുള്ള ആളാണ്. ബിക്കോസ് ഞാൻ ജനിച്ചു വളർന്ന ആലപ്പുഴയിലായതുകൊണ്ട് ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഫോട്ടോഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാത്തിനും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും ഒത്തിരി ഫോട്ടോഗ്രാഫി പേജസ് ഉണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോട്ടോഗ്രാഫി, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട്. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ഇതിന് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ബേസിക്കലി സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലഘട്ടത്തെ കുറിച്ച് ഇനി ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനൊക്കെ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ പുറകിൽ നിന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയ വളരെ ഹെൽപ്ഫുള്ളാണ് ഒരു ഫോട്ടോഗ്രാഫർക്ക് വളരാൻ. പക്ഷെ ഒപ്പം തന്നെ അതിനകത്തൊരു ഫാക്ടറുണ്ട്, ഇത് നെഗറ്റീവായിട്ട് എടുക്കണ്ട. ചില പടങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ആവശ്യത്തിൽ കൂടുതൽ നല്ല കമൻറ്റ്സ് കിട്ടും. ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര ഗ്രേറ്റ് പിക്ചറാണ്. അതൊരു ഫോട്ടോഗ്രാഫർ സത്യത്തിലെ കഴിവിനെ കെടുത്തുകയാണ്. കാര്യം അതിൻ്റെ കുഴപ്പങ്ങൾ അറിഞ്ഞ് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ചിലപ്പോൾ ഒരു ചാൻസ് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര വലിയ ഫോട്ടോഗ്രാഫർ ആയിരുന്നു നല്ല കുറേ കമൻറ്റ്സ് കേൾക്കുമ്പോൾ. അപ്പോൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യാനുള്ള സത്യത്തിൽ ഒരു ചാൻസ് കുറയുകയാണ്. അപ്പോൾ നമുക്ക് ജെന്യുവിനായിട്ട് ആണ് ഇത് ഈ പടത്തിൻ്റെ കുഴപ്പങ്ങളും നമുക്ക് എന്താ പ്രശ്നം, സോഷ്യൽ മീഡിയയിൽ ബാഡ് കമൻറ്റ്സ് കേൾക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ല. ഇപ്പോൾ ഒരു പടം ഇട്ട് കഴിഞ്ഞാൽ അയ്യോ ആ പടത്തിൻ്റെ കോമ്പോസിഷൻ മോശമാണ്, അതിൻ്റെ ലൈറ്റിംഗ് മോശമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ആളെ നമ്മൾ കുറ്റം പറയും. പക്ഷെ അത് ജെന്യുവിനാണെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗ്രോവിങ് ഫോട്ടോഗ്രാഫർ ചെയ്യേണ്ടത്. ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫോട്ടോ നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന സന്തോഷവും ഫോട്ടോ മോശമാണെന്ന് കിട്ടുന്ന വിഷമവും വേറെ ഇല്ല. അതാണ് ഏറ്റവും സുപ്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നല്ല ആളുടെ നല്ല കമൻറ്റ്സ് എപ്പോഴും നന്നായിട്ടും, അതല്ല എന്തുകൊണ്ടാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ നന്നായിട്ട് സ്റ്റഡി ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ അതായിരിക്കും നമ്മളെ വളരാനായിട്ട് സഹായിച്ചത്. അല്ലാതെ ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു പണ്ടൊക്കെ. എനിക്ക് ചെറിയൊരു കമൻറ്റ്സ് കേട്ടാൽ ചിലപ്പോൾ വിഷമം വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ ജെന്യുവിനായിട്ട് അതെടുക്കാൻ പറ്റുന്നുണ്ട് സത്യത്തിൽ.